നിമിഷം ഈ മരണസംഖ്യ മാറുന്നത് വലിയ ആശങ്കയാണ്. ഒരുപക്ഷെ മറ്റ് വിവാദങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ മനുഷ്യർ മരിക്കുന്നു, നമ്മുടെ കൺമുന്നിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇപ്പോൾ 12 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ ഇപ്പോൾ പങ്കുവെക്കുന്നത്. അവർ ആശുപത്രിയിൽ ഈ അപകടം നടന്ന ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുന്ന കാരൂർ ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് പങ്കുവെക്കുന്നത്. അതിൽ 12 പേർ ഇപ്പോൾ മരിച്ചു എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് അത് ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടമൊന്നും പറയുന്നില്ലെങ്കിലും കാരൂർ ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ട് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ 50-ലധികം അല്ലെങ്കിൽ 60-ലധികം ആളുകൾ ഇപ്പോൾ ഈ തിക്കിലും തിരക്കിലും പെട്ട് വിവിധ പ്രശ്നങ്ങളോടുകൂടി, ആരോഗ്യ പ്രശ്നങ്ങളോടുകൂടി, ദേഹാസ്വാസ്ഥ്യം പോലെ ശ്വാസതടസ്സം പോലെയുള്ള പ്രശ്നങ്ങൾ നേരിട്ട് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഇത്തരത്തിലൊരു തിക്കും തിരക്കും ഉണ്ടാകുന്നതിനെ പാർട്ടി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള വിജയ് കണ്ടിരുന്നു. വിജയ് മൈക്കിലൂടെ പോലീസിനോട് സഹായം അഭ്യർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് ഈ സ്ഥിതിഗതികൾ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് അതിനോട് പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ട് വിജയ് സംസാരിക്കുന്നതും ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ അവിടേക്ക് എത്തിയിരിക്കുകയാണ് ലക്ഷ്മി. തമിഴ്നാട്ടിലെ നാമക്കലിലാണ് നടൻ വിജയ് നടത്തിയ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരണം സംഭവിച്ചിരിക്കുന്നത്. 12 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. 3 കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. 50-ലധികം പേരാണ് കുഴഞ്ഞു വീണിരിക്കുന്നത്. TVKയുടെ റാലിയോടനുബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ തമിഴ്നാട് സർക്കാർ കൊടുത്തിരുന്നു. എന്നാൽ ആ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നുള്ള പ്രാഥമിക വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ പലരും അവിടെ കുഴഞ്ഞു വീഴുന്ന സ്ഥിതിയായിരുന്നു. വലിയ തിക്കും തിരക്കും ഉണ്ടാവുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ആളുകളെ കാരൂരിലുള്ള ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ എത്തിച്ചു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. ന്യൂസ് തമിഴിൻ്റെ റിപ്പോർട്ടേഴ്സ് ഏതായാലും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് ഉടൻ തന്നെ എത്തിക്കാൻ കഴിയും. അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവമാണ് ഏതായാലും ഉണ്ടായിരിക്കുന്നത്. ഗൗതം തുടരുകയാണ്. ഗൗതം, എന്തൊക്കെയാണ് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ലക്ഷ്മി, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ഈ തിക്കിലും തിരക്കിലും പെട്ട് ചിലരെ കാണാതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. 9 വയസ്സുള്ളൊരു പെൺകുട്ടിയെ ഈ അപകടത്തിനിടെ കാണാതായതായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ആ കുട്ടിയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് മറ്റ് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അതോടൊപ്പം തന്നെ നിലവിൽ പ്രദേശവാസികളും പോലീസും ചേർന്ന് സംയുക്തമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ആണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രാദേശിക ഭരണകൂടങ്ങൾ, അതായത് തദ്ദേശ ഭരണകൂടങ്ങൾ നേതൃത്വം നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അവിടേക്ക് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും നിലവിലുള്ള ക്രൗഡിന്, അതായത് ആ പരിപാടി അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആ പരിപാടിക്ക് ശേഷം മടങ്ങിപ്പോകുന്നവർ അവർ കൃത്യമായി മടങ്ങി പോകുന്നൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ട്രാഫിക് തടസ്സം ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കൃത്യമായി ക്രമീകരിക്കുക എന്നുള്ള നടപടിയാണ് ഇപ്പോൾ ഒരു വശത്ത് പുരോഗമിക്കുന്നത്. മറുവശത്ത് ഈ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ വലിയ ഒരു വിഭ്രാന്തി അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലരും ഈ ദേഹാസ്വാസ്ഥ്യം ഉൾപ്പെടെ പ്രകടിപ്പിച്ച് മയങ്ങി വീഴുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇത് കണ്ട് പലരും പേടിച്ചോടുകയും ഒരു വലിയ വിഭ്രാന്തി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ അതിനെ കൂടി ക്രമപ്പെടുത്തിക്കൊണ്ട് ആ തിരക്ക് കൂടി നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് അവരെ കൂടി സുരക്ഷിതമായി കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് ഒരു വശത്ത് നടക്കുന്നത്. മറുവശത്ത് ഈ നിലവിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിട്ട് വലിയ പരിക്കുകൾ പറ്റി വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരെ ആശുപത്രികളിൽ ചികിത്സ തുടരുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 12 പേരാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയതായിട്ടുള്ള റിപ്പോർട്ട് കാരൂർ ആശുപത്രിയിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ നൽകുന്നത്. ഒപ്പം തന്നെ 60-ലധികം പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്റ്റാലിൻ ഈ വിഷയത്തിൽ അടിയന്തരമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതോടൊപ്പം സ്ഥലം MLA അവിടെ സന്ദർശിക്കുകയും ഉണ്ടായിരിക്കുന്നത് വലിയ സുരക്ഷാ വീഴ്ചയാണ്, അതായത് ഈ നേരത്തെ നൽകിയിട്ടുള്ള നിബന്ധനകൾ പാലിക്കാത്തതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു അപകടം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തലുള്ളത്. ഈ TVKയുടെ റാലി സംബന്ധിച്ച് 25 ഇനം നിർദ്ദേശങ്ങളാണ് നൽകിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അത് തമിഴ്നാട് മുഖ്യമന്ത്രി നേരത്തെ എടുത്തു പറയുകയും ചെയ്തിരുന്നു. റാലി നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷെ തിരക്ക് നിയന്ത്രിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ഗതാഗത തടസ്സം, ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള തടസ്സം
തടസ്സം ഉണ്ടാകരുത്. അത്തരത്തിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് റാലി നടത്താൻ കഴിയില്ല എന്ന് നേരത്തെ സ്റ്റാലിൻ വ്യക്തമാക്കിയിരുന്നു. അതിനുള്ള നിർദ്ദേശങ്ങൾ അതാത് സ്ഥലങ്ങൾ പര്യടനം നടക്കുന്ന ഇപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ കാരൂരിലേക്ക് എത്തി നിൽക്കുന്ന എല്ലാ വീക്കെൻഡുകളിലും നടക്കുന്ന ഈ ഒരു രാഷ്ട്രീയ റാലിയെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട്. പോലീസ് അക്കാര്യങ്ങളൊക്കെ തന്നെ ടി വിക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിജയ് ഉൾപ്പെടെയുള്ള ആളുകളെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ സമാനമായ രീതിയിൽ അപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന ദിവസം തന്നെ വലിയ തിക്കിലും തിരക്കിലും പെട്ട് റാലി പൂർത്തിയാക്കാതെ മടങ്ങേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, താരാരാധനയുടെ ഭാഗമായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ടി വിക്കയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. വിജയെ കാണാൻ വേണ്ടി ആളുകൾ എത്തുന്നു. അത് പിന്നീട് ഒരു പാർട്ടിയുടെ അനുഭാവികളായും അനുയായികളായും മാറുന്നു. ആ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ട് വരുന്നുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ട് വരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള റാലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയം മനസ്സിലാക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. പക്ഷേ അത്തരത്തിൽ റാലി നടത്തുമ്പോൾ, താൻ നടത്തുന്ന ഒരു റാലിയിലേക്ക് ഇത്തരത്തിൽ ആളുകൾ എത്തുമ്പോൾ അത് നിയന്ത്രിക്കേണ്ടത്, അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത്, അത് ഏറ്റവും സുഗമമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ടി വി കെയുടെയും അതോടൊപ്പം തന്നെ അതിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ വിജയുടെയും കൂടി ഉത്തരവാദിത്തമാണ് എന്നാണ് ഈ MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. DMK അതിനകത്ത് ഔദ്യോഗികമായ പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ സ്ഥലത്തെത്തിയ MLA-മാരുടെ പ്രതികരണം ഈ രീതിയിലാണ് ഉള്ളത്. എന്തായാലും നിലവിൽ മറ്റ് രാഷ്ട്രീയ വിവാദങ്ങളിലേക്കൊന്നും ഇട നൽകാതെ ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നത് തന്നെയാണ്. അത് ആരുടെ നേതൃത്വത്തിൽ നടന്ന റാലി, അതിന്റെ കാരണങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പിന്നീടേക്ക് പോകാം എന്ന നിലയിലാണ് DMK. ഒരു പക്ഷേ ഈ മരണസംഖ്യ 23 എന്നുള്ള വിവരമാണ് നമ്മുടെ ബ്രേക്കിംഗ് ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ വരുന്നത് കേട്ടോ. മരണസംഖ്യ വലിയ തോതിൽ ഉയരുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന വിവരം അതാണ്. അത്യന്തം ദൗർഭാഗ്യകരമായ സംഗതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മരണം 23 ആയിരിക്കുകയാണ്. ഏതായാലും അതിനകത്ത് തന്നെ 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതായി എന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ്. TVKയുടെ റാലിക്കിടെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. തിക്കിലും തിരക്കിലും പെട്ട് 23 മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ ഉയർന്ന ഒരു സംഖ്യ തന്നെയാണ് അത് നമ്മളെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു സംഖ്യ തന്നെയാണ്. 3 കുട്ടികൾ മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. പലരും കുഴഞ്ഞു വീണിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. ഗൗതം, എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഇതൊരു വലിയ മഹാദുരന്തമായി മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. നമ്മുടെ റിപ്പോർട്ടർമാർ നൽകുന്ന വിവരമനുസരിച്ച് മരണസംഖ്യ 23ലേക്ക് ഉയർന്നു കഴിഞ്ഞു. അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 5-10 നിമിഷങ്ങൾക്കുള്ളിൽ മരണസംഖ്യ ഇരട്ടിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ വലിയ ദുരന്തം, വലിയ ആഘാതം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. മരണസംഖ്യ 29 ആയിരിക്കുന്നു എന്ന് പറയുന്ന വലിയ സംഖ്യയിലേക്ക് എത്തുകയാണല്ലേ. അത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത് എന്ന് തോന്നുന്നു. അപ്പോൾ ആശുപത്രിയിലേക്ക് ഈ തരത്തിൽ അത്യന്തം ഗുരുതരമായ ആളുകളെ ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ലക്ഷ്യം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് 7:45 കൂടിയിട്ടാണ് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. അതിന് മുൻപായി തന്നെ ഈ തിക്കിലും തിരക്കിലും പെട്ട് പലരും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അതിനെയൊക്കെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവർക്കൊക്കെ കൃത്യമായി തന്നെ ആദ്യഘട്ടത്തിൽ ഇത് നിയന്ത്രിക്കാനോ കഴിയാത്ത പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വിജയ് പോലീസിനോട് ആവശ്യപ്പെടുന്നതുകൊണ്ട് പോലീസ് സഹായിക്കണം, പോലീസ് ഇവരെ ഒന്ന് ഇടപെടണം, ഈ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് സഹായിക്കണമെന്ന് വിജയ് ആവശ്യപ്പെടുന്ന ഒരു ദൃശ്യം ഇപ്പോൾ നമുക്ക് പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യം പരിശോധിക്കുമ്പോൾ തന്നെ അതിനോടകം നിരവധി പേർക്ക് ഈ അസ്വസ്ഥത അനുഭവപ്പെട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ വലിയ ഭീകരമായ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ മരണസംഖ്യ എത്രയിലേക്ക് ഉയരും എന്നത് സംബന്ധിച്ചുള്ള വലിയ ആശങ്ക നമുക്കുണ്ടാകും. നമുക്ക് ലഭിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ 60-ലധികം പേർ ഗുരുതരമായി പരിക്കേറ്റ് ഗുരുതരമായ അസ്വസ്ഥതകൾ നേരിട്ടുകൊണ്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തി എന്നതായിരുന്നു. നിലവിൽ നമ്മൾ സംസാരിച്ച 5 നിമിഷത്തിനുള്ളിൽ ഇരട്ടിയിലധികം പേർ മരിച്ചു എന്ന നിലയിലേക്ക് റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ 50-ലധികം പേർ, 60ഓളം പേർ ആശുപത്രിയിൽ എത്തിയതിൽ 29 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ വലിയ അപകടമാണ് നടന്നിരിക്കുന്നത്, വലിയ ദുരന്തമാണ് നടന്നിരിക്കുന്നത്. ആരുടെ ഭാഗത്തെ വീഴ്ചയാണെങ്കിൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ, ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നു തമിഴ്നാട്ടിലെ കാരൂരിൽ. വിജയ് നടത്തിയിട്ടുള്ള TVKയുടെ റാലിക്കിടെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. കാരൂരിൽ വൈകുന്നേരത്തേക്ക് റാലി സംഘടിപ്പിച്ച്
വൈകുന്നേരത്തേക്ക് എത്തുമ്പോൾ 7:45 ഈ അപകടം ഉണ്ടാകുന്നു. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 29 പേർ മരണപ്പെട്ടിരിക്കുന്നു. അതിൽ കരൂരിലെ സർക്കാർ ആശുപത്രിയിലാണ് ഇവരെല്ലാവരും ഉള്ളത്. ഈ അപകടത്തിൽ പരിക്കേറ്റവരെല്ലാവരും ഉള്ളത്. പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലെ ചികിത്സ കൂടാതെ, അതായത് കാരൂർ ആശുപത്രിയിലെ ചികിത്സ കൂടാതെ മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്കും ആളുകളെ മാറ്റുന്നുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. അതായത് ഒരുപക്ഷെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തിയിരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ മറ്റ് ആശുപത്രികളുടെ കൂടി സഹായം തേടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് വലിയ അപകടം, വലിയ ദുരന്തം സംഭവിക്കുന്നു കാരൂരിൽ എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലേക്ക്, മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ളൊരു അപകടമായത് മാറുമോ എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. ഈ പരിക്കേറ്റവർ, ഇപ്പോൾ ചികിത്സയിലുള്ളവർ തിരിച്ചു വരുമെന്നുള്ള വലിയ പ്രതീക്ഷ നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന കണക്കുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഇപ്പോൾ 29 പേർ മരണപ്പെട്ടു എന്നുള്ള കണക്ക് പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ നിരവധി പേർ, അതായത് ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തിയതിനേക്കാൾ കൂടുതൽ ആളുകൾ വിവിധ പരിക്കുകളോടുകൂടി ആശുപത്രിയിലേക്ക് എത്തുന്നു. കാരൂർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ പലരെയും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ ചികിത്സ തേടി എത്തുന്നവരെ പലരെയും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ഒപ്പം തന്നെ പലരെയും കാണാതായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. അപ്പോൾ മനുഷ്യർ അത്രത്തോളം എത്തിച്ചേർന്നിരുന്നു ആ പരിപാടിയിൽ. അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള TVKയുടെ ശ്രമവും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോയതാണ് ഈ അപകടത്തിൻ്റെ പ്രാഥമിക കാരണമെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ വ്യക്തമാകുന്ന തരത്തിലാണ് കണക്കുകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് ഏറെ ഗൗരവതരമായി തന്നെ കാണേണ്ടി വരും. TVKക്ക് നൽകിയ 25 മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത് അത്യന്തം ദൗർഭാഗ്യകരം തന്നെയാണ് ഗൗതം.